ഹിന്ദു മതവിശ്വാസ പ്രകാരം ഹിന്ദുക്കൾ നടത്തുന്ന ഒരു ആചാരമാണ് തുലാഭാരം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അത് ചെയ്തത് ശ്രീകൃഷ്ണനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. പിന്നീട് നമ്മൾ കുട്ടികളെയൊക്കെ തുലാഭാരം നടത്താറുണ്ട്. ഇങ്ങനെ 2 തട്ടിലായിട്ട്, ഒരു തട്ടില് എന്തെങ്കിലും പഞ്ചസാരയോ ശർക്കരയോ കൊലയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരേ ഭാരം, ഇപ്പൊ 9 കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ തൂക്കത്തിൽ തന്നെ ഉള്ളൊരു ഈ ഞാൻ പറഞ്ഞ ഈ ഐറ്റംസ് ഇവിടെ വെച്ചിട്ട് തുലാഭാരം തൂക്കുന്നൊരു ചടങ്ങ്. അതൊരു വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പല അമ്പലങ്ങളിലും അങ്ങനെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അമ്പലത്തിലോട്ട് വേണ്ടി അബീസിയിൽ കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു തുലാഭാര തട്ടാണ് നമ്മളിപ്പോ കണ്ടത്, അല്ലേ? കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഇതുപോലെ ഒരുപാട് അമ്പലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ എടുക്കാൻ ഇപ്പോഴാണ് നമുക്കൊരു സാഹചര്യം കിട്ടിയത്, അവസരം കിട്ടും. കാരണം ഇതിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ഒരു പ്രത്യേക ഫീലാണ്, ഒരു പ്രത്യേക രസമാണ്. എനിക്ക് അബീസിയിൽ ഇഷ്ടമുള്ള 2 പ്രൊഡക്റ്റാണ്. ഒന്ന് ഈ തുലാഭാര തട്ട്, പിന്നെ ട്രോളി. ഇതാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രസമായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിനിഷിങ്, ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ എടുത്ത് പറയണം. അങ്ങേയറ്റം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ കംപ്ലീറ്റ് ഒരു 100 മാർക്ക് കൊടുക്കാൻ അത്രയും പെർഫെക്ഷനോട് കൂടി തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ടിഗ് വെൽഡിങ് 304 ആണ്, 60 സ്ക്വയർ. അത് ഓരോ അമ്പലത്തിലും പല സൈസിലായിരിക്കും. ഇതിന്റെ തട്ടിന്റെ സൈസ് എത്രയാണ്? 60 സ്ക്വയർ, 8 അടി ഹൈറ്റ് അല്ലേ? 8 അടി ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ 4 വീല് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി മാറ്റണമെങ്കിൽ അമ്പലങ്ങളിൽ സൗകര്യത്തിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി മാറ്റാനായിട്ടും പറ്റും. പല അമ്പലത്തിലും ഈ തട്ട് മാത്രമായിട്ടാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഫുൾ സെറ്റ് ആയിട്ട് ഇപ്പൊ ഒരെണ്ണം കിട്ടിയതാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. അപ്പൊ ഇനി അമ്പലങ്ങളിലെ തുലാഭാര തട്ടിൽ എന്തെങ്കിലും കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയലോട്ട് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം. എത്ര ദിവസം വേണ്ടി ഒരു ഇത് ബിൽഡ് ചെയ്യാനായിട്ട്? 1 വീക്കുള്ളിൽ, ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് പണിയും തീർത്ത് കയ്യിലോട്ട് തരുന്നതായിരിക്കും. കാരണം ഇവിടെ തന്നെ എല്ലാ എക്യുപ്മെന്റ്സും, ഹൈടെക് മെഷീൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തൊരാളുടെ സഹായം തേടേണ്ട കാര്യമില്ല. ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ബിൽഡ് ചെയ്ത് ഹോം ഡെലിവറി ഡെലിവറി നമ്മുടെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ ഈ പരിസരങ്ങളിലുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഉള്ളവർക്കും കോൺടാക്ട് ചെയ്യുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും അല്ലേ, ഒരു അടിപൊളി ഒരു സംഭവം. എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 304 മെറ്റീരിയൽ ടിഗ് വെൽഡിങ്ങിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 8 അടി ഹൈറ്റ്. ഓരോ സ്ഥലത്തും പല സൈസിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന്റെ റേറ്റ് അറിയണമെങ്കിൽ കൊട്ടേഷനായിട്ട് നമുക്ക് തരാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഹിന്ദു ആചാര പ്രകാരം ശാന്തി ഇത് 3 തവണ കറക്കും. ശാന്തിനെ കിട്ടാത്ത കൊണ്ട് തൽക്കാലം അബ്ദുലിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഒരു സൈഡ് ശർക്കരയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ അവിടെ സൈഡിൽ വെയിറ്റ് അവന് കുറവാണ്. നമ്മള് അറിയാലോ, സിംപ്ലിറ്റിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ തട്ടരുത്, കണ്ട ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മെക്കാനിസം വരുന്നത്. ഈ കറക്റ്റ് ഈ ബാലൻസ് മാത്രം ടാറ്റാ സ്റ്റീലിലാണ്. അത് മാത്രമേ ഇത് പുറത്തുനിന്ന് മേടിച്ചൊരു സാധനമുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഓൺ ബിൽഡ് ചെയ്ത സാധനമാണ്. ഇത്രയൊക്കെ ഉള്ളു. കണ്ട പൊക്കത്തെ ഡിസൈൻസും കാര്യങ്ങളും എല്ലാം മാറ്റാം, രക്ഷയില്ല. അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അബീസിയിലോട്ട് വരണം. അതെ, താങ്ക് യു.